സെക്ഷൻ 9.4 പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. സാധാ ഡെറിവേറ്റീവ് എന്താണെന്ന് അറിയാം. ഇവിടെ പ്രത്യേകത പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. അതിനെക്കുറിച്ച് പറഞ്ഞതിന് മുമ്പായിട്ട് നമുക്ക് ഇത് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് y equal to f of x. അവിടെ ഒറ്റ വേരിയബിളേ ഉള്ളൂ, എക്സ്. അപ്പോൾ എക്സിന് കറസ്പോണ്ടായിട്ട് വാല്യൂസ് കൊടുക്കുമ്പോൾ y നമുക്ക് കിട്ടും. അപ്പോൾ y is equal to f of x ആണെങ്കിൽ എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, കാരണം എക്സ് എന്ത് വാല്യൂ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. കിട്ടുന്ന ഉത്തരങ്ങൾ y ആണ്. അപ്പോൾ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വാല്യൂസാണ് y. അതുകൊണ്ട് y ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമാണ്. ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നോക്കാം. Functions of two variables is a rule of correspondence that assigns to each ordered pair of real number x, y of a subset of the xy plane. നോക്കാം, ഇതാണ് നമ്മുടെ എക്സ് വൈ പ്ലെയിൻ. ഈ എക്സ് വൈ പ്ലെയിനിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എക്സ് ആക്സിസിൽ നിന്നും വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ടൊരു പോയിന്റ്. അതിനാണ് നമ്മൾ കോർഡിനേറ്റ്സ് എന്ന് പറയുക. അപ്പോൾ എക്സ് വൈ പ്ലെയിൻ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ പോയിൻ്റ് ജനറൽ ഫോം എക്സ് വൈ എന്നായിരിക്കും. ഇതാണ് എക്സ് വൈ എന്ന പോയിന്റ്. ഈ എക്സ് വൈ എന്ന പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരൊറ്റ പോയിന്റ്, അതാണ് കണ്ട z is equal to f of x y എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ എക്സിനും വൈ കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കുമ്പോൾ ഒറ്റ വാല്യൂ ആണ് കിട്ടുക. z എന്നൊരു വാല്യൂ കിട്ടും. അതും ഒരു റിയൽ നമ്പർ ഉള്ളതാണ്. അപ്പോൾ റിയൽ നമ്പറിൽ വാല്യൂ കിട്ടും, z എന്ന വാല്യൂ കിട്ടും. അതുകൊണ്ട് പറയുന്നത് for to each ordered pair of real numbers x, y of a subset of the xy plane, one and only one number z, ഒരു എക്സ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ ഒരു സെറ്റ് കിട്ടാൻ പാടുള്ളൂ. എവിടെ? ഇൻ ദ സെറ്റ് ആർ ഓഫ് റിയൽ നമ്പേഴ്സ്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കിടക്കുന്ന എക്സ് വൈകളുണ്ടല്ലോ, അതൊരു പക്ഷേ ഈ എക്സ് വൈ ഈ എക്സ് വൈ ഒരു പക്ഷേ ഇവിടെ ആവാം, എവിടെയായാലും കുഴപ്പമില്ല. ഈ പോയിന്റ് കറസ്പോണ്ടിങ് ഒറ്റ സെറ്റ് ഇവിടെ കിട്ടാൻ പാടുള്ളൂ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ സെറ്റ് ഇവിടെ കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഈ കൊടുക്കുന്ന എക്സ് വൈകളെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കുക. ഡൊമൈൻ കിട്ടുന്ന ഉത്തരങ്ങളുണ്ടല്ലോ z, അതിനെയാണ് ഇതെന്ന് പറയാം റേഞ്ച് എന്ന് പറയാം. ഇതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. A function of two variable is usually written as z is equal to f of xy. z is equal to f of xy നെയാണ് നമ്മൾ യൂഷ്വലി ടു വേരിയബിൾസ് ആയിട്ട് ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾ എന്ന് കൊടുക്കുന്നത്. അതിൽ ഈ എക്സിനും വൈനും, ഞാൻ പറഞ്ഞു എക്സിനും വൈനും യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എക്സും വൈയാണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. അതിന് കറസ്പോണ്ടിങ് കിട്ടുന്ന വാല്യൂസ് ഉണ്ടല്ലോ z, അതിനെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയാം. ഇപ്പോൾ എക്സ് വൈ പ്ലെയിനാണ് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. അപ്പോൾ എക്സിന് വാല്യൂസ് കൊടുത്തു, വൈയുടെ വാല്യൂസ് എക്സിന് കൊടുത്തിട്ട് വൈയുടെ വാല്യൂസ് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്കിവിടെ വരയ്ക്കേണ്ട ഗ്രാഫ് എന്താ? ഇങ്ങനെയൊക്കെ കിട്ടാം. നമുക്കൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടാം. പക്ഷേ ഇവിടെ കണ്ട എന്താ, എക്സിന് വാല്യൂസ് കൊടുത്തു, വൈ കിട്ടി. എക്സ് വൈ പ്ലെയിൻ മാത്രമേ ഉള്ളൂ. അതിന് പകരം ഇവിടെ എക്സ് വൈ പ്ലെയിനിലെ ഒരു പോയിന്റ് എടുത്തിട്ടാണ് ഗ്രാഫ് വരയ്ക്കണത്. ഒരു പോയിന്റ് എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് z കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഇതുകളെ ഇപ്പോൾ ഇത് ഇങ്ങനെ എഴുതുന്നത് z is equal to f of x y. അപ്പോൾ ഇങ്ങനെ ഒരു ട്രിപ്പിളായിട്ട് എക്സ് y, z. ഇവിടെ നോക്കാം, ദി ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ z is equal to f of x y. ഇതിനെ പറയുന്ന പേരാണ്, ഇതൊരു സർഫസ് ആണ് ഇൻ 3 സ്പേസിൽ. അപ്പോൾ ടു വേരിയബിൾ എഫ് ഇസ് വൈ is equal to f of x, y is equal to f of xലെ ഒറ്റ വേരിയബിളേ ഉള്ളൂ എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, y ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പം നമുക്ക് കിട്ടുന്നത് എന്താ? ഗ്രാഫ് 2 ഡയമെൻഷനിലാണ്. ഒറ്റ വേരിയബിൾ എടുക്കുമ്പോൾ 2 ഡയമെൻഷനിൽ, ഇവിടെ 2 വേരിയബിൾ എടുക്കുമ്പോൾ 3 ഡയമെൻഷനിൽ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. z is equal to f of x y എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു 3 സ്പേസിലായിരിക്കും. അതിനെ നമ്മൾ സർഫസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സർഫസ്, ആ സർഫസാണ് ഇവിടെ ഇങ്ങനെ ഈ
ഇത്തരത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഒരു മേഘം പോലെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്, ആ സർഫസിനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ. ദെൻ ലെവൽ കർവ്സ് ഫോർ എ ഫംഗ്ഷൻ z is equal to f of x y. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ z is equal to f of x y. The curve defined by f of x y is equal to c for a suitable value of c are called the level surfaces of f. ലെവൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ z is equal to f of x y. ഈ z എന്ന് പറയുന്നത് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിന് പകരം z-നെ ഫിക്സ് ചെയ്ത് വയ്ക്കുക, c ആയിട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കുക. ദാറ്റ് ഈസ് f of x y is equal to c. അപ്പോൾ കിട്ടിയ ഈ സർഫസിനെയാണ്, അപ്പോൾ കിട്ടിയ f of x y is equal to c, ഇതിനെയാണ് എന്തെന്ന് പറയുക? ഈ ഫംഗ്ഷനെയാണ് for a function z is equal to f of x y, the curve defined by f of x y is equal to c. ഇതിൻ്റെ പറയുന്ന പേരാണ് ലെവൽ കർവ്സ് ഓഫ് f. The word level arises from the fact that we can interpret the equation f of xy is equal to c as the projection onto the xy plane of the curve of intersection or trace of z is equal to f of xy and the horizontal or level plane z is equal to c. അതിവിടെ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് ഈ കിടക്കുന്നതാണ് നമ്മുടെ z is equal to f of xy എന്ന സർഫസ്. അതിലെ ഇപ്പോൾ ഇത് z-ൻ്റെ വാല്യൂ 1 2 3 അങ്ങനെ പോയി z is equal to c എത്തുമ്പോൾ അതാണ് ഈ കരച്ചിട്ടുള്ളത്. ഈ പോർഷനാണ് z is equal to 3. അത് 3D വരുമ്പോൾ ഇങ്ങനെ കർവായിട്ട് വരച്ചിരിക്കുന്നത് മാത്രം. ഇപ്പം നമ്മൾ ഇതിലെ ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനം, അതിൻ്റെ മേലെ കൂടെ ഈ ഒരു പേപ്പർ ഷീറ്റിനെ കടത്തി വിടുകയാണ് z is equal to c ദൂരത്തിൽ വെച്ചിട്ട്, മേലോട്ട് വെച്ചിട്ട്. ഇപ്പോൾ ഈ ചെറുനാരങ്ങ എടുത്തിട്ട് നമ്മൾ പകുതി മുറിക്കില്ലേ, അതുപോലെ പകുതി കട്ടി വെച്ച് മുറിക്കണ പോലെ നമ്മൾ മുറിച്ചെടുക്കുകയാണ്. z is equal to, ഇപ്പോൾ ചെറുനാരങ്ങ ഇങ്ങനെ വെച്ചു, മേലേക്ക് കുറച്ച് കയറ്റിയിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ മുറിക്കുമല്ലോ, അതുപോലെ ഒരു പോർഷൻ മേലോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്. അതാണ് z is equal to c എന്ന പ്ലെയിൻ. അതെന്ന് പറഞ്ഞാൽ എന്താ? അത് ലെവൽ കർവ്സ് ആവണമെങ്കിൽ അതാണ് ലെവൽ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്തായിട്ട് വിചാരിക്കാം? അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ മുറിക്കുമ്പോൾ ചെറുനാരങ്ങ 3D ഫിഗർ ആണെങ്കിൽ കൂടെ മുറിച്ച ചെറുനാരങ്ങയുടെ അപ്പർ പോർഷൻ ഒരു 2D പ്ലെയിനായിട്ട് മാറിയില്ലേ? അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇറ്റ്സ് പ്രൊജക്ഷൻ ഓൺ ടു ദി XY പ്ലെയിൻ. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ മുറിച്ചു, അവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു ടോർച്ച് അടിക്കുക, മേലെ നിന്ന് താഴേക്ക് ഇങ്ങനെ ടോർച്ച് അടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇത് കിട്ടുമല്ലോ XY പ്ലെയിനിൽ. ആ XY പ്ലെയിനിൻ്റെ പറഞ്ഞത്, ആ XY പ്ലെയിനിൻ്റെ ഈ കിടക്കുന്ന ഈ വട്ടത്തിൽ കാണിച്ചിട്ട് അതിനെയാണ് f of xy is equal to c എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ലെവൽ കർവ്. അപ്പോൾ എന്താണ് equation f of xy as the projection onto the xy plane of the curve of intersection. ഇതിനെയാണ് ലെവൽ കർവ്സ് എന്ന് പറയുന്നത്.